നമ്മുടെ ഈ ലോകത്തുണ്ടായിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം ഒരു രീതി പ്രണയത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ? അതൊരു പെണ്ണിനോ അല്ല ഒരു ആണിനോ വേണ്ടിയുള്ള പ്രണയം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എന്തൊരു കാര്യം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നോ അത് ഒരു പ്രണയത്തിൽ ഉണ്ടായതാണ്. നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സോൾജേഴ്സ് നമ്മുടെ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ മാതൃരാജ്യത്തിനോടുള്ള ഹിന്ദുസ്ഥാനിനോടുള്ള പ്രണയത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത് അല്ലേ? അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ പൈസയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. പൈസയോടുള്ള പ്രണയം കൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ബിസിനസ്സുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക പൈസയ്ക്ക് വേണ്ടി. അവരും ഒരു രീതിയിലുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ ആണിന് വേണ്ടി എല്ലാം യുദ്ധം ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിറ്റിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ പവറിന് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും യുദ്ധം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം യുദ്ധമെല്ലാം ജയിച്ച് നമ്മുടെ കൂടെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു നാളിൽ നമുക്ക് ഇതെല്ലാം വിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ഒന്നും പറഞ്ഞില്ല. നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവനും നമ്മുടെ ശരീരം പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ജീവിത രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഈ യുദ്ധങ്ങളൊന്നും ശാശ്വതമല്ല. നമുക്ക് സ്നേഹിക്കാൻ പറ്റും, പക്ഷെ സ്നേഹം നമുക്ക് പിടിച്ചെടുക്കുന്നിടത്താണ് യുദ്ധം വരുന്നത് പറയുന്നത് എല്ലാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. നമ്മൾ ഒഴിഞ്ഞു മാറി നിന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ അതിനനുസരിച്ച് ആ യുദ്ധം നേടിയെടുക്കുമെന്ന് പറയാം. അപ്പം എപ്പോഴും നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ തന്നെയും നമുക്ക് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഈ ലാസ്റ്റ് സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും അല്ലയോ?